ശിവ PSC പവർ പോയിൻറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ജീവശാസ്ത്രത്തിൻ്റെ ക്ലാസ്സുകളാണ് ആരംഭിക്കുന്നത്. ജീവശാസ്ത്രത്തിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണിത്. ആധുനിക ഇന്ത്യ ചരിത്രം, പിന്നെ കേരള ചരിത്രം തുടങ്ങി എല്ലാ വിഷയങ്ങളും പ്ലേലിസ്റ്റായിട്ട് ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണാത്തവർ അത് കാണുക. ക്ലാസ്സുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. PSC കണ്ടക്ട് ചെയ്യുന്ന നമ്മുടെ കേരള PSC കണ്ടക്ട് ചെയ്യുന്ന 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കെല്ലാം ഒരുപോലെ ഉപയോഗപ്രദമാകുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതിൻ്റെ PDF നോട്ട്സുകൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുന്നതാണ്. ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ടതിന് ശേഷം നോട്ട്സും വായിച്ച് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ മനുഷ്യ ശരീരം ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് മനുഷ്യ ശരീരത്തെക്കുറിച്ച് നമുക്ക് പൊതുവായി അറിയേണ്ട കാര്യങ്ങൾ, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജീവിവർഗങ്ങളിൽ വെച്ച് ഏറ്റവും അധികം ബുദ്ധിവികാസമുള്ള ജീവിയാണ് മനുഷ്യനെന്ന് പറയുന്നത്, അല്ലേ? ആധുനിക മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമമാണ് ഹോമോസാപ്പിയൻസ് എന്നത്. മനുഷ്യൻ്റെ ഏറ്റവും പുരാതന പൂർവികരാണ് രാമാപിത്തീക്കൻസ്. ഇതൊക്കെ ജസ്റ്റ് നമുക്കതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. മനുഷ്യശരീരം നിർമ്മിതമായിരിക്കുന്നത് പ്രധാനമായും കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ എന്നീ മൂലകങ്ങളുടെ സംയുക്തങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഏതൊക്കെ മൂലകങ്ങളാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ. ശരീരത്തിലെ ഏറ്റവും ചെറിയ യൂണിറ്റുകളാണ് ഈ കോശങ്ങളെന്ന് പറയുന്നത്. ഇതാണ്, കോശങ്ങളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത്. ശരീര നിർമ്മാണത്തിൻ്റെ അടിസ്ഥാന ഘടകം പ്രോട്ടോപ്ലാസമാണ്. എന്താണ് ശരീര നിർമ്മാണത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്? പ്രോട്ടോപ്ലാസം. മനുഷ്യശരീരത്തിൻ്റെ സാധാരണ ഊഷ്മാവ് 36.9 ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലെങ്കിൽ 98.4 ഡിഗ്രി ഫാരൻ ബാർ 310 കെൽവിൻ ആണ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം പുംബീജമാണ്. എന്താണ് മനുഷ്യശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം? ചെറിയ കോശം പുംബീജം. അപ്പോൾ ഏറ്റവും വലിയ കോശം അണ്ഡകോശമാണ്. പിന്നെ അതുപോലെ ഏറ്റവും നീളമുള്ള കോശം എന്ന് പറയുന്നത് നാഡീകോശമാണ്. അപ്പോൾ എന്തൊക്കെയാണ്? ഏറ്റവും ചെറിയ കോശം പുംബീജം, ഏറ്റവും വലിയ കോശം അണ്ഡകോശം, ഏറ്റവും നീളമുള്ള കോശം നാഡീകോശം. അപ്പോൾ ഇത് മൂന്നും ഒരുമിച്ച് പഠിച്ചു വെച്ചേക്കുക. കോശമർമ്മം ഇല്ലാത്ത ജീവകോശമാണ് ചുവന്ന രക്താണു, അതായത് RBC. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്കാണ്. ഏതാണ് ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം? ത്വക്ക്. ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തര അവയവം കരളാണ്. അപ്പോൾ ഏറ്റവും വലിയ അവയവം എന്ന് പറയുന്നത് ത്വക്കും, ഏറ്റവും വലിയ ആന്തര അവയവം എന്ന് പറയുന്നത് കരളുമാണ്. മനുഷ്യൻ്റെ ക്രോമസോമുകളുടെ എണ്ണം അത് 23 ജോഡിയാണ്, അതായത് 46 എണ്ണം. മനുഷ്യ ശരീരത്തിലെ പേശികളുടെ എണ്ണം 639 ആണ്. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള വസ്തു എന്ന് പറയുന്നത് നമ്മുടെ പല്ലിൻ്റെ ഇനാമലാണ്. പല്ലിൻ്റെ ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള വസ്തു. ശരീരത്തിന് നിറം കൊടുക്കുന്ന വർണ്ണവസ്തു മെലാനിനാണ്. അതുപോലെ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം അത് പിത്തരസമാണ്. ഇതെല്ലാം നമ്മുടെ മനുഷ്യശരീരവുമായിട്ട് ബന്ധപ്പെട്ട പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് നമ്മൾ ഓരോ പാർട്ടായിട്ട് നമ്മൾ പഠിക്കും. ഇപ്പോൾ നമുക്ക് മനുഷ്യശരീരത്തിനെ കുറിച്ചുള്ള ഒരു പൊതുവായൊരു അറിവ് നമുക്ക് വേണം. മാറ്റിവെക്കപ്പെട്ട ആദ്യ മനുഷ്യ അവയവമാണ് വൃക്ക എന്ന് പറയുന്നത്. ഏതവയവമാണ് ആദ്യമായിട്ട് മാറ്റിവെക്കപ്പെട്ടത്? വൃക്ക. മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം എന്ന് പറയുന്നത് ഓക്സിജനാണ്. എത്രയാണ്? 65%. ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യമാണ്, അത് 1.5%. ഇനി മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് പൊട്ടാസ്യം 40. മനുഷ്യശരീരത്തിലെ കൊഴുപ്പളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്കിൻ ഫോൾഡ് കാലിപ്പർ. ഏതാണ്? സ്കിൻ ഫോൾഡ് കാലിപ്പറാണ് മനുഷ്യശരീരത്തിലെ കൊഴുപ്പളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം.
ഇനി സാധാരണയായി മനുഷ്യശരീരത്തിൽ ഏറ്റവും താഴ്ന്ന താപനില എന്ന് പറയുന്നത് രാവിലെ 4 മണിക്കാണ്. 4 മണി ആ സമയത്താണ് മനുഷ്യശരീരത്തിൽ ഏറ്റവും താഴ്ന്ന താപനില എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴായിരിക്കും ഉയർന്ന താപനില വരുന്നത്? അത് വൈകുന്നേരം 4 മുതൽ 7 മണി വരെ. മനസ്സിലായോ? അതായത് സാധാരണയായി മനുഷ്യശരീരത്തിലെ ഏറ്റവും താഴ്ന്ന താപനില എന്ന് പറയുന്നത് രാവിലെ 4 മണിക്കും 4 മണിയോടെയാണ് ആ താഴ്ന്ന താപനില വരുന്നത്. ഇനി ഏറ്റവും ഉയർന്ന താപനില എന്ന് പറയുന്നത് വൈകുന്നേരം ഒരു 4 മുതൽ 7 മണി വരെ സമയത്താണ് ഏറ്റവും ഉയർന്ന താപനില നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്നത്. ഇനി അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ പിതാവെന്നറിയപ്പെടുന്നത് ജോസഫ് മുറേ. ആരാണ്? ജോസഫ് മുറേ. ഇനി ഈ കൊഴുപ്പെന്ന് പറയുന്നത് എന്തിൻ്റെ രൂപമാണ്? അത് കൊളസ്ട്രോളിൻ്റെ രൂപമാണ്. കൊഴുപ്പിൻ്റെ രൂപമാണ് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഈ കൊളസ്ട്രോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പറയത്തില്ലേ, നമുക്ക് എന്താണ് LDL എപ്പോഴും കുറഞ്ഞിരിക്കണം എന്ന് പറയും അല്ലേ? എന്താണ് ശരീരത്തിന് ഏറ്റവും ദോഷകരമായ കൊളസ്ട്രോളാണ് ഈ LDL എന്ന് പറയുന്നത്. അപ്പോൾ ഈ LDLൻ്റെ പൂർണ്ണ രൂപം എന്താണെന്നറിയാവോ? അതാണ് ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ. നമ്മുടെ ശരീരത്തിന് ആവശ്യം ഇല്ലാത്തതായി ദോഷകരമായിട്ട് ബാധിക്കുന്നൊരു കൊളസ്ട്രോളാണ് ഈ LDL എന്ന് പറയുന്നത്. ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ. ശരീരത്തിലെ പ്രതിരോധ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ അവയവമാണ് പ്ലീഹ. ഏതാണ്? പ്ലീഹ. ഈ പ്ലീഹയാണ് ശരീരത്തിലെ ആയുധപ്പുര എന്നറിയപ്പെടുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ പ്ലീഹയാണ്. ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന കലയാണ് നാഡീകല. ഇനി നമ്മളിപ്പം നമ്മൾ കൊതുക് കടിക്കാറുണ്ടല്ലേ അല്ലേ? നമ്മൾ എവിടെ ചെന്നിരുന്നാൽ ഈ കൊതുക് ഉണ്ടെങ്കിൽ ഒന്ന് കൊതുക് കടിക്കും. അപ്പോൾ നമ്മളറിയത്തില്ല നമ്മളിവിടെ വന്നിരിക്കുന്നത് എങ്ങനെ ഈ കൊതുകുകൾ അറിയുന്നു? നമ്മളറിയത്തില്ലേ? അത് എങ്ങനെയാണ് ഈ കൊതുക് അറിയുന്നത് നമ്മളവിടെ വന്നിരിക്കുന്നു എന്നെങ്ങനെയായിരിക്കും അറിയുന്നത്? കാരണം നമ്മുടെ ഈ വിയർപ്പിൽ ലാക്റ്റിക് അമ്ലമുണ്ട്. ആ മണം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മളെ കൊതുക് വന്നിങ്ങനെ കടിക്കുന്നത് അല്ലേ? പറയത്തില്ല നമ്മൾ എവിടെ ചെന്നിരുന്നാലും നമ്മൾ ഒന്ന് കൊതുക് കടിക്കുന്നു പറയും. അപ്പോൾ ഈ കൊതുക് എങ്ങനെ അറിയുന്നു, നമ്മളിവിടെ ഇരിക്കുന്നത് എങ്ങനെ അറിയുന്നു എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ ഈ ശരീരത്തിലെ വിയർപ്പിൽ ലാക്റ്റിക് അമ്ലമുണ്ട്. ഈ അമ്ലം തിരിച്ചറിയാനുള്ളൊരു കഴിവ് ഈ കൊതുകിനുണ്ട്. ആ കൊതുക് അത് മണത്തറിഞ്ഞാണ് നമ്മളടുത്ത് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് കൊതുക് കടിക്കുമ്പോൾ അറിയാം ഈ കൊതുക് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ഇപ്പം മനസ്സിലായല്ലോ. ഇനി ഈ നവജാത ശിശു എന്നറിയപ്പെടുന്നത്, നമ്മൾ പറയുന്നത് നവജാത ശിശുക്കളെന്ന് പറയും. ഈ നവജാത ശിശു എന്നറിയപ്പെടുന്നൊരു പ്രായമുണ്ട്. അതായത് ജനനം മുതൽ 28 ദിവസം വരെ, അതായത് ജനിച്ച് 4 ആഴ്ച വരെ ഉള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മൾ നവജാത ശിശു എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത് നമ്മൾ പഠിക്കുന്നത് മനുഷ്യശരീരത്തിൽ ശരാശരി 45 ലിറ്റർ ജലമുണ്ടാകുമെന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ശരാശരി 45 ലിറ്റർ ജലമുണ്ട്. അതായത് 65%. മനുഷ്യൻ്റെ ഹൃദയമിടിപ്പ് നിരക്ക് എന്ന് പറയുന്നത് മിനിറ്റിൽ 72 തവണയാണ് മനുഷ്യൻ്റെ ഹൃദയം ഇടിക്കുന്നത്. എത്രയാണ്? 72 തവണ. ഇനി നമുക്ക് പ്രധാനപ്പെട്ടത് ഏതാ? മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഓക്സിജൻ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ്. ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യമാണ്. ഇനി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വേദന സംഹാരി എന്ന് പറയുന്നത് ആസ്പിരിനാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വേദന സംഹാരി എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോൾ കൈകാലുകൾക്ക് ബലം വയ്ക്കുന്നൊരവസ്ഥയുണ്ട്. അതാണ് റിഗർ മോർട്ടിസ് എന്ന് പറയുന്നത്. എന്താണ് റിഗർ മോർട്ടിസ്? അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മണിക്കൂറുകൾ കഴിയുമ്പോൾ, അതായത് ആ മണിക്കൂറുകൾ കഴിയുമ്പോൾ നമുക്ക് പിന്നെ ആൾ എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റും. ഒരിക്കലും ആളിൻ്റെ ഇപ്പോൾ കാലോ കയ്യോ ഒക്കെ ചിലപ്പം എന്തെങ്കിലും വളഞ്ഞിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ പിന്നെ ഈ മണിക്കൂറുകൾ കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നിവർത്തി വയ്ക്കാൻ പറ്റത്തില്ല. കാരണം അത് കഴിയുമ്പോഴത്തേക്കും എവിടെയെങ്കിലും ബലം വെച്ച് നല്ല കട്ടിയാവും, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് റിഗർ മോർട്ടിസ്. ആ മണിക്കൂർ വെച്ചാൽ കുറച്ച് സമയം വരെ ഈ പറയുന്നതൊക്കെ നമ്മൾ വിചാരിക്കുന്ന തരം രീതിയിൽ ആളിനെ നിവർത്തി വയ്ക്കാനോ ആ ഒരു രീതിയിലൊക്കെ വയ്ക്കാൻ പറ്റത്തുള്ളൂ. അതാണ് നമ്മൾ കണ്ടിട്ടില്ലേ, ഈ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ ആളിൻ്റെ കണ്ണ് തുറന്നിരിക്കണമെങ്കിൽ കണ്ണിങ്ങനെ അടയ്ക്കുന്നത് കണ്ടിട്ടില്ല. കാരണം ഈ പറയുന്ന നിശ്ചിത സമയം കഴിഞ്ഞാൽ പിന്നെ ശരീരം പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല.
അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് റിഗർ മോർട്ടിസ്. അപ്പോൾ ഇതാണ് നമ്മുടെ മനുഷ്യ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട പൊതുവായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാനിത് ഇത്രയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഓരോ ജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ചൊക്കെയാണ് അതുപോലെ ഓരോ ചെറിയ ചെറിയ ടോപ്പിക്കുകളായിട്ട് പറഞ്ഞു പോകാം. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കാണുക. നോട്ട്സുകൾക്കായിട്ട് ടെലഗ്രാം ഗ്രൂപ്പ് ഫോളോ ചെയ്യുക. ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.